രാവിലെ തന്നെ കുളിച്ചിറങ്ങി നേരെ കല്യാണത്തിന് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അതായത് മുണ്ടും ഈ ഒരു റെഡ് കളർ ഷർട്ട്. അതിനുശേഷം കല്യാണം നടക്കുന്ന സ്ഥലത്തോട്ട് എത്തി. എന്നിട്ട് കസിൻ്റെ വീട്ടിലോട്ട് ചെറുതായിട്ടൊന്ന് പോയി. ഈ കാണുന്നതാണ് എൻ്റെ കസിൻ, വലിയ ഉപയോഗമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ തേജു എത്തി, പിന്നെ തേജുവിൻ്റെ അച്ഛനെത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രൂം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഗ്രൂമിനെയൊക്കെ വിളിച്ചു. ഞാനിങ്ങനെ നല്ല പൊസിഷനൊക്കെ നോക്കി വീഡിയോ എടുക്കാനായിട്ട് നിന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രൈഡൽ എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻ ചേച്ചിയെ കണ്ടു, പിന്നെ അതുപോലെ കസിൻ ചേട്ടനെ കണ്ടു. പെട്ടെന്ന് ഫോണും കൊണ്ടുപോയപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് സദ്യ കഴിക്കാൻ വേണ്ടി കയറുക. കൂടെ ഉണ്ടായിരുന്ന എല്ലാ കസിൻസും ഇരുന്നു, നമ്മളെ മാത്രം ചവിട്ടി പുറത്താക്കി. പിന്നെ രണ്ടാമത് നമ്മൾ കയറി ചെന്നു. പിന്നെ നമ്മൾ പരിപ്പൊക്കെ കൂട്ടി കഴിച്ചു. അതിനുശേഷം പിന്നെ 3 പായസം. ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഇത് അറിയായിരിക്കും, ബോളിയും അതുപോലെ പായസം. എൻ്റെ കൂടെ ഗെയിം കളിക്കുന്നവരുടെ ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊക്കെ മറ്റേ ഒരു അഭിമാന നിമിഷമാണ്. നമ്മൾ ട്രിവാൻഡ്രത്താണല്ലോ. അതിനുശേഷം നമ്മൾ ഇലയൊക്കെ മടക്കി നേരെ വീട്ടിലോട്ട് പോകും. അവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ബസ് വന്നു. കാര്യം നമ്മൾ റിസപ്ഷനായിട്ട് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകുക. അവിടെ നിന്ന് ഒരാൾ എത്തിയൊക്കെ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. ടാറ്റ കാണിച്ച ആളിപ്പോൾ അത് ഉറക്കമായി. എന്നിട്ട് നമ്മൾ പരിപാടി നടക്കുന്ന ഹോളിലെത്തി. എൻ്റെ ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ പോയി കണ്ടു, ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും വണ്ടിയിൽ കയറിയപ്പോൾ എല്ലാവരും ഒന്ന് ഓണായി. ഫുഡൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്ഥലത്തെത്തി. നമ്മുടെ കാറും എടുത്തുകൊണ്ട് നേരെ അമ്മാമ്മയുടെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് രാത്രി തന്നെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ നാളെ ലൈവ് ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.